ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മളിന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കണേന്ന്. അതേ ഗൈസ്, നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിന്ന് ചെറിയ യാത്ര പോവാണ്. യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയാറത്ത് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോവാണ്. അപ്പോൾ അതേ നമുക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ വന്നേക്കണത്. നമുക്ക് ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 4:45 കറക്റ്റ് ടൈമിങ്ങിന് തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ അകത്തൊക്കെ കയറി ട്രെയിൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ആലുവ സ്റ്റേഷനിൽ നിന്ന്. നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ചെയ്ത കാരണം നമുക്ക് സീറ്റൊക്കെ കൺഫേം ആയിരുന്നു. അപ്പോൾ അതേ നമ്മുടെ ഹൈസൽമോൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ യാത്രയാണിത്. അപ്പോൾ അതേ നമ്മളെല്ലാവരും ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഹൈറക്കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ട്രെയിനിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അറിവ് വെച്ചപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഹൈറക്കുട്ടീനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഹൈറൊക്കെ ഉണ്ട്. കുട്ടി ട്രെയിനിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ട്രെയിനൊക്കെ പോകണ കാണുന്നുണ്ടോ? ഹായ് പറഞ്ഞേ. നമ്മുടെ ഹൈറക്കുട്ടിക്കും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നേരം പുലർന്നു കേട്ടോ. നമ്മളിത് പോകുന്നപ്പോൾ ഭയങ്കര ഇരുട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി 9 മണി ആ ഒരു ടൈം ആവാറായിട്ടുണ്ട്. 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ലപോലെ വെയിലൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇത്ര നേരമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകണേന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ പോണത് തിരുവനന്തപുരത്തോട്ടാണ് പോണത്. ഇപ്പോൾ ഏകദേശം ചേർത്തല ആ ഒരു ഏരിയയൊക്കെ എത്താറായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വല്ലപ്പോഴൊക്കെയല്ലേ ഇങ്ങനെ ട്രെയിനിൽ പോകുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ മൈൻഡൊക്കെ ഫ്രീ ആക്കി ഇങ്ങനെ കാഴ്ചകളെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഇത് ആലപ്പുഴ ആ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിനിൽ സീറ്റെല്ലാം ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈറക്കുട്ടിക്ക് ഇരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ 3 പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഹൈറക്കുട്ടിക്ക് 5 വയസ്സിന് മേലോട്ട് പിള്ളേർക്ക് ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹൈറൊക്കെ എടുത്തില്ലായിരുന്നു. അപ്പോൾ ഹൈറേന് നമ്മൾ ആളില്ലാത്ത ഭാഗത്തൊക്കെ അഡ്ജസ്റ്റ് ആക്കി അങ്ങനെയൊക്കെ ഇരുത്തി നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ ഇതേ നമ്മൾ തിരുവനന്തപുരം എത്താറായിട്ടുണ്ട്. ഇതേ നമ്മൾ വന്ന ട്രെയിൻ ഇതാണ്. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇനി ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കയറിയിട്ട് നമ്മൾ പുറത്തേക്ക് എത്തണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അങ്ങനെ നമ്മളിതേ പുറത്തേക്ക് എത്തി. നമ്മളങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയാണ്. നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് തിരുവനന്തപുരത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അടിപൊളി വൈബായിരുന്നു. അവിടെ കയറി പോകാനും ഭയങ്കര ഒരു ഇങ്ങനെ കുത്തനെ ഇറക്കവും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു. നല്ല വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഫുഡാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നമുക്ക് ഓക്കെ ആയിരുന്നു ഫുഡ്. നമ്മൾ മസാല ദോശ കോഫി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഓർഡർ ആക്കിയത്. പിന്നെ അതൊക്കെ കഴിച്ച് നമ്മൾ ഈ പള്ളിയിലോട്ട് പോവാണ്. നമ്മൾ അവിടെ നിന്ന് യൂബർ വിളിച്ചിട്ടാണ് നമ്മളവിടേക്ക് പോണത്, പള്ളിയിലോട്ട് പോണത്. കാരണം ബസ്സിൽ കയറി ഇറങ്ങിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ നടക്കില്ലല്ലോ എന്ന് ഓർത്ത്. കാരണം പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യൂബർ ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ അതേ ഫൈനലി നമ്മൾ ഭീമാപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളൊരു 11:15 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിരുന്നു. നമ്മൾ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെയ്ത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ചെയ്തു. നമ്മുടെ സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെയാണെങ്കിലും ജാതിമത ഭേദമന്യേ പല മതസ്ഥരെയും നമ്മളിവിടെ കണ്ടു. പിന്നെ നമ്മളുടെ സിയാറത്തെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ പോണത് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് മരുന്ന് കിണർ എന്ന് പറഞ്ഞിട്ടൊരു കിണറുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസപ്രകാരം അവിടെ കുളിച്ചാൽ നല്ലതാണ്. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ ഹൈറക്കുട്ടീനെയും അവിടെ ഹൈസലിനെയൊക്കെ കുളിപ്പിച്ചു. നമ്മളപ്പോൾ അവിടെ നിന്ന് പോവാണ്. ഇവിടുത്തെ കൂടുതൽ വീഡിയോസ് കാര്യമൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.